ഒരു സാധനം കാണിച്ചു തരട്ടെ, എങ്ങനെയുണ്ട്? ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഈ വീട്ടിൽ ബോറടിച്ചിരിക്കുമ്പോൾ ഉണ്ടല്ലോ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട്, എന്നാൽ അധികം എഫേർട്ട് ഇടാനും വയ്യ. അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയൊരു ക്രാഫ്റ്റാണിത്. ഇത്രയും സാധനം മാത്രം മതി ഇതുണ്ടാക്കാൻ വേണ്ടി. ആദ്യം പേപ്പറിലേക്ക് ഞണ്ടിൻ്റെ കൈ വരയ്ക്കുക, അത് രണ്ടെണ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിനകത്ത് നമുക്ക് 3 പൈപ്പ് ക്ലീനർ വേണം. ഒരു പൈപ്പ് ക്ലീനർ നമ്മൾ ഈ റോളിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റും. ഇതാണ് നമ്മുടെ ഞണ്ടിൻ്റെ കൈ. ഈ കൈയിലേക്കാണ് നമ്മൾ വരച്ച് വെട്ടി വെച്ചേക്കുന്ന ആ കൂർത്ത സാധനം ഒട്ടിച്ചു കൊടുക്കുക. എൻ്റെ വീഡിയോസ് കൂടുതലും കാണുന്നവർക്ക് മനസ്സിലാവും, ഞാൻ ഗ്ലൂവിനെക്കാട്ടി കൂടുതൽ സെല്ലോ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈ ഗ്ലൂ ഒക്കെ ഉണങ്ങി വരുന്ന സമയം കൊണ്ട് സെല്ലോ ടേപ്പ് ആണെങ്കിൽ വേഗം കാര്യം നടക്കും. അപ്പോൾ സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ ഗ്ലൂവോ വെച്ചിട്ട് ഇതിൻ്റെ കൈ പോലെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മണ്ടയിലേക്കാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ പൈപ്പ് ക്ലീനറിനകത്ത് കമ്പി ആയതുകൊണ്ടേ നമുക്കത് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നോർമലി ഞണ്ടിനൊക്കെ കാണുന്ന രീതിയിൽ ആ ഒരു ആംഗിളിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണ് വെക്കാൻ വേണ്ടിയിട്ട് നടുക്ക് 2 ടൂത്ത് പിക്ക് വെച്ച് കൊടുക്കാം. കണ്ണായി, കൈയായി, ഇനി കാലും വേണ്ടേ. അപ്പം ഞാൻ നമ്മുടെ പൈപ്പ് ക്ലീനർ ഇങ്ങനെ സിഗ്സാഗ് പോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് താഴെ ഒട്ടിച്ചു കൊടുക്കാം. ഞണ്ടിന് എത്ര കാലും കൈ ഉണ്ടെന്നൊന്നും അറിയാൻ പാടില്ല, പക്ഷേ എൻ്റെ ഒരു ഊഹം അനുസരിച്ച് ഞാനിങ്ങനെ വെച്ച് കൊടുത്ത്, എന്നിട്ട് അറ്റത്തുള്ള ആ ഒരു പോർഷൻ ഞാനിങ്ങനെ മടക്കി കൊടുത്തു, ആ ഒരു കാലിൻ്റെ ഇല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്താൽ അതിങ്ങനെ നിൽക്കുകയും ചെയ്യും നമ്മൾ ടേബിളിൽ വെക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ ആ ഒരു സപ്പോർട്ടിൽ നിന്നോളും. കണ്ടോ? ഞാൻ പിന്നെ ഒരു പേപ്പറിനകത്ത് 2 കണ്ണും വരച്ച് ആ സ്റ്റിക്കറിനകത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ലേസി ഞണ്ടുകുട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.